Hello everyone. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്ക്രഞ്ചീസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ലെങ്ത് 21 ഇഞ്ചും വിഡ്ത്ത് 3.5 ഇഞ്ചും ആണ്. പിന്നെ 8 ഇഞ്ച് നീളത്തിലുള്ള ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഫസ്റ്റ് ആയിട്ട് ഈ തുണിയുടെ രണ്ട് അറ്റങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഫസ്റ്റ് ലെയർ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം സെക്കൻഡ് ലെയറിലാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റിച്ച് അറ്റത്തോട്ട് എത്തുന്തോറും നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച ആ പീസ് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന കാണുമ്പോൾ മനസ്സിലാവും. സെയിം കളർ നൂല് തന്നെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കളർ മാറ്റിയെടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഈ ഗ്യാപ്പിലൂടെ ഉൾവശത്തെ തുണി പുറത്തേക്ക് വലിച്ചെടുക്കാം. ഈ ഗ്യാപ്പിലൂടെയാണ് ഇലാസ്റ്റിക് കടത്തിയിടേണ്ടത്. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ നല്ല ടൈറ്റിൽ കെട്ടിയിടണം. ലാസ്റ്റായിട്ട് ഈ ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ ഇങ്ങനെ സൂചി നൂല് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ സെയിം കളർ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷീനിൽ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. സ്ക്രഞ്ചീസ് ഉണ്ടാക്കാൻ വേറെയും മെത്തേഡുകളുണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സെയിം മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ സ്ക്രഞ്ചി ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.